ഗുഡ് ഈവനിങ്. വളരെ നന്ദി എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ ദിവസമാണ് റെമറ്റോളജി വീക്ക് നമ്മൾ ആഘോഷിക്കുന്ന ഈ മേഖലയിൽ. ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഡിസ്കഷനിലോട്ട് പോകുന്നത്. ഇന്ത്യൻ റെമറ്റോളജി അസോസിയേഷനും ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് കൗൺസിലും കൂടെ ചേർന്ന് ഈ സെലിബ്രേഷൻ നടത്തുവാണ്. നമ്മൾ റെമറ്റോളജിയെ പറ്റി പല കാര്യങ്ങൾ കോമൺ പീപ്പിൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് വിദഗ്ധർ നമ്മളോട് കൂടി ഇന്ന് വൈകുന്നേരം നമ്മളോട് ചേർന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഡോക്ടർ പോൾ പി ആന്റണി, റെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ ഇമ്യൂണോളജി കൺസൾട്ടന്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മളോട് കൂടെ ചേർന്നിട്ടുണ്ട്. ഡോക്ടർ പോൾ, വെൽക്കം ടു ദിസ് സെഷൻ. താങ്ക് യു. അതോടുകൂടി ഡോക്ടർ എൻ വി ജയചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ട്. ഡോക്ടർ എൻ വി ജയചന്ദ്രൻ ഈസ് എ renowned name consultant rheumatologist and professor of medicine in Government Medical College Manjeri. Dr. Jayachandran, welcome today evening to this session. Thank you. വളരെ നന്ദി നിങ്ങൾ എല്ലാവരും ഈ സെഷനിലോട്ട് നമ്മൾ ചേർന്ന് വന്നതിൽ. ഈ സാഹചര്യത്തിൽ, ഈ പാൻഡമിക് ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ വളരെ കേസസ്, ബാക്ക് പെയിൻ, ബോഡി പെയിൻ, വളരെ പെയിൻസിന്റെ ഒരു സാഹചര്യമായിരുന്നു. ഒത്തിരി കംപ്ലൈന്റ്സും ഒത്തിരി പേഷ്യൻസും ഈ കാര്യങ്ങളിൽ ആൾക്കാർ പക്ഷേ ഈ റെമറ്റോളജിയെ പറ്റിയും അതിനകത്തുള്ള സ്പെഷ്യലൈസ്ഡ് വിഷയത്തിനെ പറ്റിയും ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കുറവുണ്ട്, ഒരു അവയർനെസിന്റെ കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെഷൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഡോക്ടർ പോൾ ആന്റണി. How common is ankylosing spondylitis? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ സംസാരിക്കുന്ന വിഷയം is specifically on ankylosing spondylitis. Dr. Paul, how common is this? ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1% അടുത്ത് ആൾക്കാർക്ക് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും ഇത് പല രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ചിലവർക്ക് കഴുത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് നടുവിനായിരിക്കും, ചിലർക്ക് പുറത്തിനായിരിക്കും. അതെല്ലാം ഇതിന്റെ ഒരു ആരംഭ സ്ഥിതിയിലായിരിക്കാം. അതുകൊണ്ട് പലപ്പോഴും അതിന്റെ ഒരു മൊത്തത്തിലൊരു കണക്ക് കൂട്ടാണെങ്കിൽ 1-2% ആൾക്കാർക്ക് ഏകദേശം വരാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. പക്ഷെ വിവിധ രീതിയിലായതുകൊണ്ട് പലപ്പോഴും അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഡോക്ടർ പോൾ, ഐ എം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ അഗെയിൻ ടു യു. ഒരു അവയർനെസിന്റെ കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട് ഇതിനെ പറ്റിയുള്ള. അതിന്റെ മുഖ്യ കാരണം എന്തുവാണ്? ഇപ്പൊ നമ്മൾ കോമൺ മനുഷ്യന്മാരോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നടുവേദനയുണ്ട്, എല്ലാവർക്കും കഴുത്തുവേദനയുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ കഴുത്തുവേദന, നടുവേദന കുറച്ച് ജോലികൾ ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് അതൊരു ഇൻഫ്ലമേഷൻ കാരണമാണ് വരുന്നത്. അത് തുടർച്ചയായിട്ട് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ചികിത്സിച്ചില്ലെങ്കിൽ അതിനൊരു മാറ്റം കാണില്ല. അപ്പൊ ഈ രോഗി പറയാണ് എനിക്ക് നടുവേദനയുണ്ട്, കഴുത്തുവേദനയുണ്ട് പറയുമ്പോൾ സാധാരണ ചുറ്റുമുള്ള എല്ലാവരും പറയും അത് ഞങ്ങൾക്കുണ്ട്, എന്റെ അമ്മയ്ക്കുണ്ട്, എന്റെ അച്ഛനുണ്ട്. അപ്പൊ അതിൽ നിന്നത് പലപ്പോഴും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നു. ഡോക്ടേഴ്സിനായാലും പലപ്പോഴും ചെറുപ്പക്കാർ വന്ന് അവിടെ വേദന എന്ന് പറയുമ്പോൾ പലരും സംശയിക്കുന്നു അത് സ്ട്രെസ് ആണോ അതോ മടിയാണോ. ചെറുപ്പക്കാർ വന്ന് പറയുകയാണെങ്കിൽ പറയാം അവർക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ മടിയായതുകൊണ്ടോ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ആണെന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും ഇത് മിസ്സായി പോകുന്നത്. പിന്നെ പലപ്പോഴും ടെസ്റ്റുകൾ പലപ്പോഴും ഒന്നും കാണുന്നില്ല. സ്പെസിഫിക് ആയിട്ട് MRI അങ്ങനെ എന്തെങ്കിലും പലപ്പോഴും ചെയ്താൽ മാത്രമേ അത് കാണുകയുള്ളൂ. അപ്പൊ അത് സംശയിച്ച് അതിനു വേണ്ടി ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അത് കാണാണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ ജയചന്ദ്രൻ, ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഒരു സാഹചര്യമായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം ഡോക്ടർ ജയചന്ദ്രൻ ഇങ്ങനത്തെ കേസസ് കൂടുതൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അങ്ങനെ കൂടുതലായിരുന്നൊന്നും പറയാൻ പറ്റില്ല. പല ആൾക്കാരും ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു രോഗമാണ്, ക്രോണിക് ഡിസീസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പലരും ഈ ലോക്ക്ഡൌണിലൊക്കെ പെട്ടിട്ട് പലപ്പോഴും അവർക്ക് റെഗുലർ ഫോളോ അപ്പ് ഒക്കെ വേണ്ടതാണ്. പക്ഷെ അവർക്ക് തന്നെ പലർക്കും ഹോസ്പിറ്റലിൽ എത്താനും ഡോക്ടർമാരെ കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഈ അസുഖം കൂടുതലായി എന്നൊന്നും പറയാൻ പറ്റില്ല. കോവിഡ് കാരണം അസുഖം കൂടുതലായി എന്നൊരു റിപ്പോർട്ടുകളൊന്നും ഇല്ല. ഇതിന്റെ കോമൺ കാരണങ്ങൾ എന്തുവാണ് ഡോക്ടർ ജയചന്ദ്രൻ? ഈ ഒരു സിറ്റുവേഷന്റെ കോമൺ കാരണങ്ങൾ എന്തുവാണ്? ഈ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് സിറോനെഗറ്റീവ് സ്പോണ്ടൈൽ ആർത്രോപ്പതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിന്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. ഇവയ്ക്ക് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താരതമ്യേന ചെറുപ്പക്കാരിലാണ് കാണുന്നത്. 45 വയസ്സിന് മുൻപിലായിരിക്കും ഇതിന്റെ തുടക്കം.
അതിന് ശേഷം ആർക്കെങ്കിലും നടുവേദന വരികയാണെങ്കിൽ ഇത് നമ്മൾ 2 തവണ ചിന്തിച്ചിട്ട് മാത്രമേ ഇങ്ങനെ ഒരു അസുഖം ആണെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കായിരിക്കും തുടക്കം. ഇത് നടുവേദനയായിട്ടാണ് തുടങ്ങുക. ബാക്ക് പെയിൻ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ബാക്ക് പെയിൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഒരു OP-യിൽ 100 പേഷ്യൻസ് വരികയാണെങ്കിൽ അതിൽ 99 പേർക്കും ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടൊക്കെയുള്ള നടുവേദന ആയിരിക്കും. പക്ഷെ അതിൽ 1% മാത്രമേ ഇങ്ങനത്തെ ഈ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അതുകൂടാതെ പിന്നെ നട്ടലിന്റെ എല്ലാ ജോയിന്റുകളെയും പൊതുവെ ഈ അസുഖം ബാധിക്കും. അപ്പൊ അത് കഴുത്ത് വേദനയും പുറം വേദന, പിന്നെ മസിൽസ് എല്ലിൽ ചേരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ വേദന ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നെഞ്ഞുവേദനയായിട്ട് വരാം. അങ്ങനെ പല വാഗായിട്ടുള്ള പല സിംറ്റംസ് ആയിട്ടും വരാം. ഇതിന്റെ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന് പ്രധാനമായിട്ടും ഈ വേറെ 3-4 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോറിയാസിസ്, സ്കിന്നിന്റെ ഒരു അസുഖമാണ് സോറിയാസിസ്. സോറിയാസിസ് ഉള്ള ആളുകൾക്ക് ഈ സ്പോണ്ടൈൽ ആർത്രോപ്പതി കാണാം അതിന്റെ ഒരു ഭാഗമായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ വയറ്, നമ്മുടെ കുടലുണ്ടല്ലോ, വൻകുടൽ, ഈ വൻകുടലിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരുമ്പോൾ അതും ഈ അസുഖം ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. ഈ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് നമ്മുടെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന വയറിന്റെ അസുഖങ്ങളുണ്ട്. അതിലൊക്കെ ഇങ്ങനത്തെ ഇത്തരം രീതിയിലുള്ള സ്പോണ്ടൈൽ ആർത്രൈറ്റിസ് വളരെ കൂടുതലാണ്. ഇത് പിന്നെ സോറിയാസിസ്, പിന്നെ പലപ്പോഴും ഇൻഫെക്ഷൻസ് നമുക്കൊരു വ്യക്തമായിട്ട് ഒരു കാരണമാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് ആണ്. അപ്പൊ നമുക്ക് ജനിതകപരമായ കാരണങ്ങളും ഉണ്ടാവും, അന്തരീക്ഷത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ ജനിതകപരമായിട്ട് ഇങ്ങനത്തെ അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാർ അവർക്ക് അന്തരീക്ഷത്തിലുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെയുള്ള പല ഇത്തരത്തിലുള്ള വാതരോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പറയുകയാണെങ്കിൽ HLA-B27 എന്ന് പറഞ്ഞിട്ട് ഒരു ജീൻ ഉണ്ട്. ആ ജീൻ ഈ അസുഖമായിട്ട് വളരെ സ്ട്രോങ് റിലേഷൻ ആണ് കാണുന്നത്. HLA-B27 നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് 5 മുതൽ 6% പേരിൽ മാത്രമേ ഇതുള്ളൂ. പക്ഷെങ്കിൽ നമ്മൾ ഈ അസുഖമുള്ള ഈ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള 90%-നും ഈ HLA-B27 പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഇതിന് ചെറിയൊരു ബന്ധമുണ്ട്. അപ്പൊ ജനിതകപരമായ കാരണങ്ങളുമുണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇത് രണ്ടും ഈ പിന്നെ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ്. ഡോക്ടർ പോൾ, ഈ വിഷയം ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡോക്ടർ പോൾ. എന്ന് പറഞ്ഞാല് ലോകത്തിന് ആയുർവേദം കൊടുത്ത ഒരു നാടാണ് കേരളം നാട്. മലയാളികൾക്ക് അതിനെ പറ്റിയുള്ള അഭിമാനമുണ്ട്. മലയാളികള് ആയുർവേദമായാലും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആൾക്കാർ ആദ്യം ആയുർവേദത്തിൽ പോകും, എന്നിട്ട് യുനാനി, എന്നിട്ട് നാച്ചുറോപ്പത്തി, അങ്ങനെ പോയിട്ട് ഒരു ടൈം ലാപ്സും ഒരു പ്രഷ്യസ് ടൈം ലൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു എക്സ്പേർട്ട് റെമറ്റോളജിസ്റ്റിന് ഇങ്ങനത്തെ ഒരു കേസ് കിട്ടുന്നത്. അങ്ങനത്തെ സാഹചര്യം ഡോക്ടർ പോൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതൊരു കോമൺ ട്രെൻഡ് ആണോ നമ്മുടെ ഇടയിൽ? കോമൺ ട്രെൻഡ് ആണ് നമ്മുടെ അവിടെ പൊതുവെ. പ്രത്യേകിച്ച് നമ്മളിപ്പം അസുഖം കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഒരു പേഷ്യന്റ് പോയി ഡോക്ടറെ അടുത്ത് പോയി, ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള പേഷ്യന്റ് പോയി, അസുഖം കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ പേഷ്യന്റ് വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പേഷ്യന്റ് മറ്റുള്ള ഓപ്ഷൻസ് അത് നോക്കും. പിന്നെ പലപ്പോഴും ഈ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഒരു ക്രോണിക് അസുഖമാണ്. ചികിത്സിച്ച് മുഴുവൻ മാറ്റാൻ പറ്റുന്ന അസുഖമല്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖമാണ്. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് പറയുകയാണ് ഇത് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുന്ന അസുഖമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും അവര് മറ്റുള്ള ചികിത്സാ രീതികൾ തേടുന്നു. അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, തുടക്കത്തിൽ ആദ്യത്തെ 2-3 വർഷത്തിലാണ് നമുക്ക് മാക്സിമം ഈ അസുഖത്തിന്റെ ഗതി നമുക്ക് വഴിതിരിച്ച് അതിന്റെ നോക്കും. പിന്നെ പലപ്പോഴും പക്ഷെ അങ്ങനെ സാഹചര്യത്തിലാകുമ്പോൾ നമ്മൾ ഈ ആയുർവേദം മറ്റുള്ളത് ട്രീറ്റ്സിക്ക് പോയിട്ട് അവര് ഈ വിലപ്പെട്ട സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആക്ച്വലി അവരുടെ പ്രോഗ്നോസിസ് കുറച്ചും കൂടി മോശമായിട്ട് കാണും. പിന്നെ ആയുർവേദത്തിൽ ചിലപ്പോഴും ചവിട്ടി തിരുമ്പ, ഉഴിയ, അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ ഇതിനൊരു ഈ നട്ടലിന്റെ എല്ല് യോജിക്കുക, ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഈ ചവിട്ടി തിരുമ്പോൾ ഈ ഫ്യൂഷൻ കുറച്ച് നേരത്തെ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത്. കൂടുതൽ ഡാമേജ് അവർക്ക് വരുന്നു. പിന്നെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുടക്കത്തെ കുറച്ച് വർഷങ്ങൾ, ആ വർഷത്തെ ചികിത്സ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടാണ് അവരുടെ ഭാവിയെ അത് അഫക്ട് ചെയ്യുന്നത്. ഡോക്ടർ പോൾ, നമ്മളിപ്പം ഈ ഒരു റിമറ്റോളജി വീക്ക് ആഘോഷിക്കുന്നതും ഈ ജനങ്ങളുടെ ബോധവൽക്കരണത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഡോക്ടർ പോളിന്റെ അടുത്ത് ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ വാട്ട്സ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ ടു ദം? ആർ ദേ ഓൾ അഫ്രേഡ് ഓഫ് ദ തിങ്സ് ഹാവ് ഓൾ ഡിറ്ററേറ്റഡ് സോ മച്ച്? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ അവരുടെ അടുത്ത് അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. നെഗറ്റീവ് ആസ്പെക്ട്സ് പരമാവധി നമ്മൾ അവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യില്ല. സപ്പോസ് ഈ വളരെ യങ് ആയിട്ടുള്ള പേഷ്യന്റ് വരുമ്പോൾ ആദ്യം തന്നെ ഇതൊരിക്കലും ജീവിതത്തിൽ മാറില്ല, ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. കുറച്ചൊരു
ദീർഘകാല ട്രീറ്റ്മെന്റ് വേണം, ഫോളോ അപ്പ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1-2 വർഷം കഴിയുമ്പോൾ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് കാണാൻ പറ്റും അസുഖം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആദ്യകാലത്തുള്ള ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നില്ല. ആദ്യകാലത്തായിരിക്കും പലപ്പോഴും മാക്സിമം ഡിസബിലിറ്റി മാതിരി അവര് ഭയങ്കര പെയിനും എല്ലായിടത്തും പെയിൻ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ അസുഖത്തിന്റെ ഒരു മയപ്പെട്ട് വരുന്നതാണ് കണ്ടുവരുന്നത്. അപ്പൊ ആദ്യം തന്നെ വളരെ ഈ ജീവിതകാലം മുഴുവൻ മരുന്നിലായിരിക്കും എന്ന് പറയാറില്ല നമ്മൾ. പിന്നെ പോസിറ്റീവ് ആസ്പെക്ട്സ്, നമുക്ക് മരുന്നുകളുണ്ട്, പുതിയ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷം മുമ്പത്തെ പോലത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോ. മേ ബി 10 years കഴിയുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയ കുറച്ചും കൂടി മെഡിസിൻസ് വരും. അങ്ങനെ പോസിറ്റീവ് ആസ്പെക്ട്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരു ഇനീഷ്യൽ ഫ്യൂ വിസിറ്റ്സ്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഹാർഡർ ഫാക്ട്സ് ചിലപ്പോൾ അവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇനീഷ്യൽ ഡേയ്സ് നമ്മൾ പോസിറ്റീവ് എനർജി നമ്മൾ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. ഡോക്ടർ ജയചന്ദ്രൻ ഈ കമ്മ്യൂണിറ്റിയിലെ അക്കാഡമിക് ഭാഗത്ത് കമ്മ്യൂണിറ്റി റിപ്രസെന്റ് ചെയ്യുന്നു. ഈ റെമറ്റോളജി ആസ് എ ഫീൽഡും ഈ ആന്റിലോസിൻ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലുള്ള സംവിധാനം, എക്സ്പേർട്സ്, ആർ ദ സഫിഷ്യന്റ് അവയർനെസ് കൂടുതൽ വരുന്നതോടുകൂടി നമുക്ക് എക്സ്പേർട്സിന്റെ ഏതൊക്കെയാണ് സെന്റർ നമുക്ക് ഇവിടെ ഉള്ളതും, ഒരു പേഷ്യന്റ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം കണ്ടാൽ പേഷ്യന്റിനോട് വാട്ട് ഡു യു സജസ്റ്റ്? ഡു വി ഹാവ് ഇനഫ് എക്സ്പേർട്സ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റുമറ്റോളജി എന്ന് പറയുന്ന ഈ വാദസംബന്ധ രോഗങ്ങളെ പറ്റിയുള്ള ഒരു സ്പെഷ്യാലിറ്റി, അതൊരു പുതിയൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ടാണ് ഈ ഇത്തരം അസുഖങ്ങളുടെ ചികിത്സയിൽ വളരെ വലിയ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഒരു 30 വർഷം മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ചികിത്സാ രീതികളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 30 വർഷത്തിൽ ഭയങ്കരമായ മാറ്റങ്ങളും ഒരുപാട് പുതിയ മരുന്നുകളും ഒരുപാട് നമ്മുടെ അസുഖത്തെ പറ്റിയുള്ള അറിവ് ഒരുപാട് വർദ്ധിച്ചു. അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെ പറ്റി അറിഞ്ഞു. അങ്ങനെയാണ് റുമറ്റോളജി ഒരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് വളർന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത് പിന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള സ്പെഷ്യാലിറ്റിയെ പോലെ അത്രയധികം വൈഡ് സ്പ്രെഡ് ആയിട്ടില്ല. ഇപ്പൊ തന്നെ നമ്മൾ അത് കേരളം മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും റുമറ്റോളജി ട്രെയിനിങ് ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പിന്നെ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമാണ് ഇപ്പം ഈ സാധാരണ ഇതിൽ MD ജനറൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ആണ് റുമറ്റോളജി ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പൊ DNB റുമറ്റോളജി ട്രെയിനിങ് ഉള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിലും വളരെ കുറവാണ്. കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം പിന്നെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സെന്ററുകൾ 2-3 സെന്ററുകളേ ഉള്ളൂ. അമലയും പിന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇതിന്റെ ട്രെയിനിങ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും നമുക്ക് പിന്നെ നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് റുമറ്റോളജിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നെ ട്രെയിനിങ്ങിനുള്ള സ്ഥലങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിലും ശരിക്കും റുമറ്റോളജി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്. ഡോക്ടർ പോൾ, ഞങ്ങളുടെ പ്രേക്ഷകർ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്, ഇത് ജനറ്റിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ടോ, ജെൻഡർ വൈസ് ഇംപ്ലിക്കേഷൻ ഉണ്ടോ, ഏജ് വൈസ് ഇംപ്ലിക്കേഷൻ ഉണ്ടോ? അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഇത് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ മോസ്റ്റ് റിസ്കി? അപ്പൊ ആ റിസ്ക് വൈസ് ജനറ്റിക്കലി നമുക്ക് ഏജ് വൈസോ ജെൻഡർ വൈസോ നമുക്ക് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? സാറ് നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. 45 വയസ്സിന് മുമ്പാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പണ്ട് ഇത് പറഞ്ഞിരുന്നത് പുരുഷന്മാരെ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ, സ്ത്രീകളെ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ അതൊരു തെറ്റായ ഒരു ഫൈൻഡിങ് ആണ്. സ്ത്രീകളെയും തുല്യമായി അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ 2 രീതിയിലാണ്. പുരുഷന്മാർക്ക് കുറച്ചും കൂടി മോർ ഡിസബിലിറ്റീസ് ഉണ്ടാക്കുന്നു, സ്ത്രീകൾക്ക് മോർ പെയിൻ ഉണ്ടാക്കും. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മൾട്ടിജെനിക് ഡിസീസ് ആണ് HLA-B27 എന്ന് പറഞ്ഞ ജനിതകമായ ഒരു ഫാക്ടർ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഫാമിലിയിലായിട്ട് നേരിട്ട് ഈ രീതിയിൽ ഫാമിലിയിലായിട്ടുള്ള റിസ്ക് കൂടുതലാണ്. ഫാമിലിയിലുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ചില അസുഖങ്ങൾ, സോറിയാസിസ്, കുടലിനെ അഫക്ട് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, കണ്ണിനെ അഫക്ട് ചെയ്യുന്ന യൂവിഐറ്റിസ്, അങ്ങനത്തെ പല അസുഖങ്ങളോടും ഒപ്പമായിട്ട് ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങളുള്ള ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കും ഒരു ചെറിയ റിസ്ക് ഉണ്ട് ഇങ്ങനെ ഒരു അസുഖം ഡെവലപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ എക്സ്ക്ലൂസീവ്ലി ജനറ്റിക്സ് ഒന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 1-2% ആൾക്കാരെയാണ് ഈ അസുഖം അഫക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ ആ 2% ഒരു 5% റിസ്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു ഡബിൾ റിസ്ക്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഫാമിലിയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമില്ല. എന്നാലും ഒരു ചെറിയ രീതിയിൽ കുറച്ചും കൂടി കൂടുതൽ റിസ്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഡോക്ടർ പോൾ, ഡയഗ്നോസിന്റെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വലിയൊരു ഭാഗമാണ്. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാം. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് കുറെ അസുഖങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗമാണ്. പക്ഷെ ഈ അസുഖത്തിന് അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് പലപ്പോഴും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നോർമൽ ആയിട്ട് വരാം. നമ്മൾ ഇതിനു വേണ്ടി ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് റിലൈ ചെയ്യുന്ന പ്രധാനമായും 3 ടെസ്റ്റ് ആണ്: ESR, CRP, അതുപോലെ HLA-B27. പക്ഷെ ഒരു മേ ബി ഒരു 30% ആൾക്കാർക്ക് ഈ 3 ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആയിട്ട് തന്നെ
കണ്ടുവരാം. അപ്പോൾ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും, അതായത് ബാക്ക് പെയിൻ, അതായത് പ്രത്യേകതരം ബാക്ക് പെയിൻ ആയിരിക്കും. സാധാരണ ബാക്ക് പെയിൻ ജോലി ചെയ്യുമ്പോഴാണ് കാണാം. പക്ഷെ ഇത് ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യുന്ന ബാക്ക് പെയിൻ. അപ്പം ക്ലിനിക്കൽ സിംറ്റംസ് ആണ് ഈ അസുഖം കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ കൂടുതലും സഹായിക്കുന്നത്, റാദർ ദാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. അതാണ് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാനും വൈകി വരുന്നത്. കാരണം ESR 100 ആളുടെ അസുഖം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരാൾ ബാക്ക് പെയിൻ പറയാണ് ESR 10 ഉള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത് ഒരു നോർമൽ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു അസുഖമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ പലപ്പോഴും നോർമലായിട്ട് 50% ആൾക്കാർക്ക് വരെ നോർമലായിട്ട് കാണാനും സാധ്യതയുണ്ട് ഈ അസുഖത്തിൽ. ഡോക്ടർ ജയചന്ദ്രൻ, നമ്മളിടയിൽ ഒരു പരിശീലനം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ശീലം നമുക്ക് ഒരു ജനറൽ ഫിസിഷ്യന്റെ അടുത്താണ് ഏത് വേദനയായാലും ഏത് പനിയായാലും ഈവൻ കൊറോണ ആയാലും നമ്മൾ പോകുന്നത് ഒരു ജനറൽ ഫിസിഷ്യന്റെ അടുത്തോട്ടാണ്. ഈ ജനറൽ ഫിസിഷ്യൻ കഴിഞ്ഞ് റെമറ്റോളജിസ്റ്റ് വരെ വരാനുള്ള ഒരു ദീർഘമായ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു പേഷ്യന്റ് എന്തൊക്കെ കെയർ എടുക്കണം, കെയറുകൾ മാത്രമല്ല ഈ റെമറ്റോളജിസ്റ്റ് വരെ എത്തിച്ചേരാനുള്ള ആ വിമിഷ്ടം, അതിനെ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പൊ 2 ചോദ്യമാണ്. ഒന്ന്, നമുക്ക് എർലി ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരാള് നമുക്ക് എങ്ങനെ കെയർ എടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും ഈ ഗ്യാപ്പിന് അഗേൻസ്റ്റ്? അതില് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ചികിത്സാ രംഗം എന്ന് പറയുമ്പോൾ ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ചികിത്സിക്കുന്ന പ്രൈമറി കെയർ ഫിസിഷ്യൻസ് ആയാലും സ്പെഷ്യലിസ്റ്റ് ആയാലും എല്ലാ ഡോക്ടർമാരുടെ ഇടയിൽ ഇത്തരം അസുഖങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ് കൂടുതലാവേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ MBBS കരിക്കുലം എടുക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം മുമ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ പലർക്കും ഈ അസുഖങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ അവയർനെസ് ഉണ്ടാക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ പ്രൈമറി കെയർ ഫിസിഷ്യൻസിന് അത് ഡിറ്റക്ട് ചെയ്യാനും റെഫർ ചെയ്യാനും പറ്റുള്ളൂ. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നില്ല. അതാണ് അവിടുത്തെ വലിയൊരു ഡിലേ വരുന്നത്. അപ്പൊ നമ്മൾ MBBS കരിക്കുലത്തിൽ റുമറ്റോളജിക്കൽ ഡിസീസിനെ പറ്റി, ഈ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ അതിനുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ റുമറ്റോളജിസ്റ്റ് അസോസിയേഷൻ, ഇന്ത്യൻ റുമറ്റോളജി അസോസിയേഷൻ കേരള ചാപ്റ്റർ ഒക്കെ നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. പ്രൈമറി കെയർ ഫിസിഷ്യൻസിനൊക്കെ ട്രെയിനിങ്, അവർക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഇത്തരം അസുഖങ്ങളെ പറ്റിയുള്ള റെഗുലറായിട്ട് നമ്മൾ ആക്ച്വലി മന്ത്ലി CME ഒക്കെ നമ്മൾ നമ്മുടെ കേരള ചാപ്റ്റർ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടർമാരുടെ ഇടയിൽ അവയർനെസ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ വരുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിന്റെ റെഫറൽ സിസ്റ്റത്തിൽ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോംപ്റ്റ് ആയിട്ടുള്ള റെഫറൽ സിസ്റ്റം ഇല്ല നമ്മുടെ മറ്റു ചില രാജ്യങ്ങളിലുള്ള പോലെ. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടില് രോഗികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ ഡോക്ടർമാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർ റുമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഡിലേ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും വലിയ ഡിലേ വരുന്നത് രോഗം ആദ്യം കണ്ടുപിടിക്കപ്പെടാനാണ്. അതായത് പലപ്പോഴും ഈ നടുവേദനയായിട്ട് കുറെ നടന്ന് ഡിഫോമിറ്റി ഒക്കെ ആകുമ്പോഴാണ് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡയഗ്നോസ് വരുന്നത്. അപ്പൊ ആ ഇനീഷ്യൽ ഡിലേ ആണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ആ ഒരു ഡിലേ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ രോഗികളുടെ പബ്ലിക്കിന്റെ ഇടയിലും അതുപോലെ ഡോക്ടേഴ്സിന്റെ ഇടയിലും ഈ അസുഖങ്ങളെ പറ്റിയുള്ള അവയർനെസ് കൂട്ടാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളും മറ്റ് ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഡേ, അങ്ങനെ റുമറ്റോളജിക്കൽ ആർത്രൈറ്റിസ് ഡേ, ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് ആഘോഷിച്ചാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ ജയചന്ദ്രൻ, പ്രേക്ഷകരുടെ ഒരു ചോദ്യത്തിനകത്ത് ഈ ഡിലേയും ഈ ഒരു റെമറ്റോളജിസ്റ്റ് വരെ എത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വേണ്ടിയത്, ഈ അസുഖത്തിനെ നമുക്കൊന്ന് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി? അതെ, ഈ അസുഖം നമുക്ക് ഇത്തരത്തിലുള്ള അസുഖം വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സസൈസ് ആണ്. ഈ ആൻകിലോസിസ് സ്പോണ്ടിലൈറ്റിസിന് മറ്റു അസുഖങ്ങളെക്കാളും കൂടുതൽ എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ നട്ടലിന്റെ ജോയിന്റുകളെ ബാധിച്ച് നട്ടലിൽ മൊത്തം സ്റ്റിഫ് ആവുകയാണ്. ഇപ്പൊ കഴുത്തിന്റെ അതുപോലെ നമ്മുടെ ചെസ്റ്റിന്റെ ഒക്കെ ബാക്കിൽ നമ്മുടെ നട്ടലിന്റെ ഷേപ്പിൽ തന്നെ മാറ്റം വരും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ. അപ്പൊ ഈ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ ജോയിന്റ്സ് സ്റ്റിഫായി പോവാതിരിക്കാൻ ഏറ്റവും പ്രധാന എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ എക്സസൈസ്, സ്പൈനൽ മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, എക്സ്റ്റൻഷൻ എക്സസൈസ്, സ്പൈനൽ എക്സ്റ്റൻഷൻ എക്സസൈസ്. അപ്പൊ ഈ എക്സസൈസുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ രോഗികളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതായത് ഇപ്പൊ നല്ല പെയിൻ ഉണ്ടാകുമ്പോൾ ആരും എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ അവരുടെ വലിയ ബുദ്ധിമുട്ട് പെയിൻ ആണ്. അപ്പൊ പെയിൻ കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അത് കൊടുത്ത് പെയിൻ കുറയുന്നതിനോടൊപ്പം തന്നെ അവരോട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യും.
അപ്പൊ ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ സ്വിമ്മിങ്, ഇപ്പൊ അടുത്ത് കുളം അല്ലെങ്കിൽ പുഴയൊക്കെ ഉണ്ടെങ്കിൽ നീന്താൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ നീന്തല് ഒരു വളരെ നല്ല എക്സസൈസ് ആണ് ഈ പിന്നെ ആൻഗുലോസിസ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ആളുകൾക്ക്. അപ്പൊ റെഗുലറായിട്ട് അവർ എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് പിന്നെ അവരുടെ ജോയിന്റ്സ് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്താലും ഇല്ലെങ്കിലും വളരെ സ്റ്റിഫ് ആവാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് പിന്നെയുള്ളത് ഭക്ഷണ രീതികൾ. കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് ഇത്തരം അസുഖങ്ങളുള്ളവർക്ക് നല്ലത്. നോൺ വെജിറ്റേറിയൻ ഫുഡ് പലപ്പോഴും ഈ വേദനയൊക്കെ കൂടുതലാക്കാം. അങ്ങനെ ഒരു അനുഭവമുള്ള ആളുകൾ അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ അതിന്റെ കൂടെ വൈറ്റമിൻസും കാൽഷ്യം ഒക്കെ സപ്ലിമെന്റ് ചെയ്യുന്നത് നല്ലതാണ്. ഭാവിയിൽ എല്ലുകൾക്കൊന്നും തേയ്മാനം വരാതിരിക്കാൻ ഇതൊക്കെ ഈ അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മൾട്ടി വൈറ്റമിൻസും കാൽഷ്യം സപ്ലിമെന്റേഷനും ഒക്കെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇങ്ങനത്തെ അസുഖം വരുമ്പോൾ അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് പോസിറ്റീവ് എനർജി, അവരെ അസുഖമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പാടില്ല. അവരോട് റീഅഷ്യൂർ ചെയ്ത് ഇതിനിപ്പോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സയുണ്ട്, ഇതങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടാക്കുന്ന അസുഖമല്ല എന്ന് പറഞ്ഞ് അവരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എങ്കിലേ അവർ ഈ ചികിത്സാ രീതിയോടൊക്കെ ഒത്തൊരുമിച്ച് പോവുകയുള്ളൂ, അല്ലെങ്കിൽ അവരത് നിർത്തിക്കളയാണ്. ഡോക്ടർ പോൾ, കേരളം ഒരു ഇറ്റ് വാസ് എ കൃഷി ഇമ്പോർട്ടന്റ് സ്ഥലമായിരുന്നെങ്കിൽ ഇപ്പൊ IT-യിലെ ഒത്തിരി യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി ഡയസ്പോറ, ഗൾഫിലൊക്കെ ഉള്ള മലയാളീസും ഡയസ്പോറ മലയാളീസിനകത്ത് IT ഒരു വലിയ സംഭവമാണ്. ഈ ജോബ് ട്രെൻഡ്, നമ്മുടെ ജോബ് ഡസ് ഇറ്റ് എഫക്ട് ഈ ഒരു അസുഖത്തിനെ ബാധിക്കുന്നുണ്ടോ, ഈ നമ്മുടെ ജോബ് പ്രൊഫൈൽ? ഈ IT പ്രത്യേകിച്ച് പറയുമ്പോൾ IT നമ്മൾ ഇരിക്കുന്ന ഒരു പ്രവണത കൂടുതലുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പ്രവണതയും കൂടുതലുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരു നെഗറ്റീവ്. ഈ ഇരുത്തം കൂടുതൽ വരുമ്പോൾ സ്റ്റിഫ്നെസ് കൂടുതൽ വരും. അതുപോലെ ബാക്കിന്റെ ഒരു ഫ്യൂഷൻ വരാനും കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പൊ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു 1/4-3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ശരീരം ഒന്ന് അനങ്ങണം, ഒന്ന് എവിടെ 2 മിനിറ്റ് നടക്കുകയോ നിൽക്കുകയോ ശരീരം ഒന്ന് ഫ്ലെക്സ് ചെയ്യുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ബാക്കിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാം. കഴുത്തിനെ സംബന്ധിച്ചോളം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് കഴുത്തൊന്ന് കുനിഞ്ഞ് യൂസ് ചെയ്യാനാണ് ടെൻഡൻസി കൂടുതൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് സ്പീഡിൽ കഴുത്തിന്റെ ജോയിന്റ്സ് യോജിക്കാനും അതുപോലെ അതിന്റെ ഒരു സ്റ്റിഫ്നെസ് കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ച് അവരുടെ വർക്ക് സ്റ്റേഷൻ, അവരുടെ ടേബിൾ കുറച്ച് ഉയരത്തിലും അവർ കുറച്ച് താഴ്ന്നിരുന്ന് കൈ നല്ലോണം ടേബിളിന് റെസ്റ്റ് ചെയ്ത് ആ നെക്കുമ്മയ്ക്ക് വരുന്ന സ്ട്രെച്ച് കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പെയിനും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും അവോയ്ഡ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നവരുടെ അടുത്ത് ഒരു ഫിസിയോ ഒപ്പീനിയൻ എടുത്താലും വളരെ യൂസ്ഫുൾ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഡോക്ടർ, am I audible? Yeah. ഡോക്ടർ ജയചന്ദ്രൻ, കോവിഡ് വാക്സിൻ ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ കോവിഡ് വാക്സിൻ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മളിപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാക്സിനേഷൻ പ്രോസസ്സിനകത്ത് ഇങ്ങനെ ഈ സിംറ്റംസ് ഉള്ള ആൾക്കാര്, ഇങ്ങനെ ഈ ഇങ്ങനത്തെ വിഷയങ്ങളുള്ള ആൾക്കാർക്ക് അവർക്ക് വല്ല ലിമിറ്റേഷൻസ് ഉണ്ടോ ഈ ഇതിനകത്ത്? വാക്സിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വാക്സിൻ നടക്കുമ്പോൾ എല്ലാവർക്കും നാച്ചുറലി സംശയമുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം അസുഖ രോഗികൾക്ക് വാക്സിൻ എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി ഈ ക്രോണിക് അസുഖങ്ങളുള്ള ആൾക്കാർ എന്തായാലും വാക്സിൻ എടുത്തേ തീരുള്ളൂ. അവർ എന്തുകൊണ്ട് വാക്സിൻ എടുക്കണം? ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ അവർ വാക്സിൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സമില്ല. ഓൺലി തിങ് ഇവര് പിന്നെ വാക്സിൻ എടുക്കുമ്പോൾ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഫുൾ എഫക്ട് നമുക്ക് കിട്ടില്ല. ഇപ്പൊ നമ്മുടെ കറന്റ് വാക്സിൻസിന് 80% എഫിക്കസി ഉണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് അപ്പം ആ 80% എഫിക്കസി കിട്ടില്ല, 75 or 74-6 ഒക്കെ പെർസെന്റേജ് എഫിക്കസി കിട്ടുള്ളൂ. അതുകൊണ്ട് വാക്സിൻ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ അവര് ഈ മരുന്നുകൾ നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷൻസിൽ ഒരു മീതോട്രക്സേറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അത് ഇതിനധികം യൂസ് ചെയ്യാറില്ല, മറ്റു വാദങ്ങൾക്കാണ് ഉപയോഗിക്കാറ്. അത് നമ്മൾ സാധാരണഗതിയിൽ പിന്നെ മീതോട്രക്സേറ്റ് കഴിക്കുന്ന ആൾക്കാർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചകളിൽ ഈ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. മറ്റ് ആൻഗുലോസിസ് സ്പോണ്ടിലൈറ്റിസിനായിട്ട് ഉപയോഗിക്കുന്ന സൾഫാസാലിസിൻ ആയാലും ബാക്കി ആന്റി TNF ഏജൻസ് ഒക്കെ തന്നെ പിന്നെ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് ഒരു ഡെഫിനറ്റ് ഗൈഡ് ലൈൻസ് വന്നില്ലെങ്കിലും വേണമെങ്കിൽ വാക്സിൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പത്തതും അതിന് ശേഷമുള്ള ഡോസുകൾ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വാക്സിൻ ഇത് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് പലപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് ഇതിന് കൊടുക്കുന്നത്, അഡാലിമോവ് ഒക്കെ. അതൊക്കെ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ആൻഗുലോസിസ് സ്പോണ്ടിലൈറ്റിസ് പേഷ്യൻസിനും വാക്സിൻ എടുക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സമില്ല. എടുക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യം. ഡോക്ടർ പോളിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസില് വാക്സിനേഷനെ പറ്റി ഒരു റിലക്റ്റൻസ് ഡോക്ടർ പോൾ
ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ആ റിലക്റ്റൻസിനെ മറികടക്കാനും ആ ആൾക്കാരുടെ ഇടയിൽ വാക്സിനേഷനെ പറ്റിയുള്ള ഒരു ജാഗ്രത സൃഷ്ടിക്കാനുള്ള എന്തുമാണ് ഒരു വഴി? റിലക്റ്റൻസ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് റിപ്പോർട്ട്സ് അവിടെ നിന്ന് ഇവിടെ ഇപ്പം ഓരോ കേസ് ഇപ്പൊ നമ്മളൊരു 10 കോടി പേർക്ക് കൊടുത്താൽ ഒരു 10 പേർക്ക് എന്തായാലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ ആ ഒരു 10 പേരുടെയും വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും മീഡിയയിൽ അത് കണ്ടുവരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ പേഷ്യൻസിന് ഓഫ് കോഴ്സ് ഒരു ഭയമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് 2 തരം വാക്സിൻ ഇറങ്ങി. അതിൽ കോവാക്സിൻ ഇറങ്ങിയ സമയത്ത് ഇനഫ് എവിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓഫ് കോഴ്സ് അതിന് ഇഷ്ടംമാതിരി എവിഡൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് പലരും ഈവൻ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള പലരും അത് അപ്രൂവ് ആയത് ശരിയായില്ല, അങ്ങനെ ഒരു ഇത് വന്നു. സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇങ്ങനെ കുറെ കൺഫ്യൂസിങ് ന്യൂസുകൾ വരുമ്പോൾ അവർ ബേസിക്കലി അവർ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് അവർ സംശയം ചോദിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വാക്സിൻ എടുക്കണമെന്നും അത് സേഫ് ആണെന്നും ഭൂരിപക്ഷം പേർക്കും അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് കൊറോണ വന്ന അതിന്റെ ഭവിഷ്യത്ത് വളരെ സ്ട്രോങ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പം ആകെയുള്ളൊരു രക്ഷ എന്നുള്ളത് വാക്സിൻ ആണ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ സാധാരണ വാക്സിൻ റെക്കമെൻഡ് ചെയ്യാറാണ് പതിവ്. ഡോക്ടർ പോൾ, വൾനറബിലിറ്റി ഫാക്ടർ ഈ കോവിഡ് സിറ്റുവേഷനിനകത്ത് നമ്മുടെ പേഷ്യൻസിൽ കൂടുതലുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ ഇമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും തിയററ്റിക്കലി അറ്റ്ലീസ്റ്റ് അവര് പൊതുവെ സാധാരണ മനുഷ്യന്മാരെക്കാളും അറ്റ് റിസ്ക് ആണ് കോവിഡ് വരാനും അതുപോലെ കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചോളം വാക്സിൻ എടുക്കുക എന്നുള്ളത് അവർ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതാണ്. തുടക്കത്തിൽ 45 വയസ്സിന് മേലെയുള്ളവർക്ക് വാക്സിൻ കൊടുത്തിരുന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ കൂടെ ഗവൺമെന്റ് ഈ തരം ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് വാക്സിൻ എടുക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുണ്ടായി. ദാറ്റ് ഇസ് ബിക്കോസ് അവർക്ക് റിസ്ക് കൂടുതലുള്ള ആൾക്കാരാണ്. ആൻഡ് ദേ മസ്റ്റ് ബി പ്രയോറിറ്റി ആയിട്ട് തന്നെ വാക്സിൻ എടുക്കാനായിട്ട് അവർ തന്നെ മുൻകൈ എടുക്കണം. ഡോക്ടർ ജയചന്ദ്രനോട് ഞാൻ ഈ ചോദ്യം ഒന്നും കൂടെ ചോദിക്കാം, കാരണം ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പേഷ്യൻസിൽ വൾനറബിലിറ്റി ഫാക്ടർ കൂടുതലാണോ കോവിഡിനെ സ്ഥിരീകരിക്കാനുള്ള വൾനറബിലിറ്റി ഫാക്ടർ? കോവിഡിന്റെ പ്രശ്നം, കോവിഡ് അസുഖം വരുമ്പോഴാണ് ചോദിച്ചത്. കോവിഡ് സാധാരണഗതിയിൽ കോവിഡ് കൊണ്ട് നമ്മുടെ ഇപ്പം കോവിഡ് രോഗികളെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പൊ അവരുടെ ഡെത്ത് ഉണ്ടാവുന്നതൊക്കെ ഈ ഒരു 93% ഈ അസുഖം വളരെ ചെറിയ ലക്ഷണങ്ങളേ ഉള്ളൂ. 7% പേര് മാത്രമാണ് ഇതുകൊണ്ട് മരിക്കുന്നത്. ആ മരിക്കുന്ന ആളുകൾക്കെല്ലാം പലപ്പോഴും ഈ ന്യൂമോണിയ കാരണമാണ് മരിക്കുന്നത്. ലങ്സിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ലങ് ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ ഇത്തരം അസുഖങ്ങളിലുള്ള ഇപ്പൊ ആങ്കിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾക്ക് പൾമണറി ഫൈബ്രോസ് ഉണ്ടാവും, ലങ് ഫൈബ്രോസിസ്. അപ്പൊ അവരുടെ ചെസ്റ്റ് ഓൾറെഡി എക്സ്പാൻഷൻ കുറവായിരിക്കും. അപ്പൊ ഓൾറെഡി അവരുടെ ഒരു ലങ് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അഡ്വാൻസ്ഡ് ആങ്കിലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഉള്ളവർക്ക് മോശമായിരിക്കും. അപ്പൊ അത്തരം ആളുകൾക്ക് ന്യൂമോണിയ വരുമ്പോൾ നാച്ചുറലി അതിന്റെ ഡെത്ത് റേറ്റ് കൂടാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പല അസുഖങ്ങളും, ഇപ്പൊ കിഡ്നിയുടെ അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ളവർ, അവർക്കാണ് കോവിഡ് വരുമ്പോൾ കൂടുതൽ പ്രോബ്ലം വരുന്നത്. അതേ ഒരു തത്വം നമ്മളെ ഈ ആങ്കിലോസിസ് സ്പോണ്ടിലൈറ്റിസ് പേഷ്യൻസിനും ഉണ്ട്. കാരണം അവർക്ക് ലങ് ഫൈബ്രോസിസ് ചെറുതായിട്ടുണ്ടാവും, അവരുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ ലങ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ കോവിഡ് ന്യൂമോണിയ വരുമ്പോൾ മറ്റുള്ള ആൾക്കാരെ പോലെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുന്നത്. ഡോക്ടർ പോൾ, എനിക്കറിയാം ഡോക്ടർ പോൾ ഒരു ബിസി ഡോക്ടറാണ്. പക്ഷെ ആൾക്കാർക്ക് ഒരു കാര്യം, ഒരു കൺക്ലൂഡിങ് ഒരു റിമാർക്ക് ഡോക്ടർ പോളിന്റെ എല്ലാവർക്കും കേൾക്കണമെന്നുണ്ട്. ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തില് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള പേഷ്യൻസ് ഷുഡ് ദേ ബി ഫിയർഫുൾ? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവർ എടുക്കേണ്ടത്? എന്തൊക്കെയാണ് ബേസിക് അവയർനെസ് ദേ ഷുഡ് കീപ് ഇൻ മൈൻഡ്? ബേസിക് ദേ വാണ്ട് ടു ഡോക്ടർ പോളിന്റെ ഒരു അഷ്വറിംഗ് വേർഡ്സ് അവർക്ക് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കോവിഡിനെ കുറിച്ചാണോ? അല്ല ഡോക്ടർ പോൾ, നമ്മുടെ പേഷ്യൻസ് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള പേഷ്യൻസിനെ പ്രത്യേകിച്ച് ഒരു അഷ്വറിംഗ് വേർഡ് ഡോക്ടർ പോളിനെ വകയായിട്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ. അവര് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് വലിയ ബുദ്ധിമുട്ടുള്ള അസുഖമൊന്നുമല്ല. ചികിത്സിക്കാൻ ഇഷ്ടംമാതിരി നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇനീഷ്യൽ ഡേയ്സിൽ ട്രീറ്റ്മെന്റ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിലായി. അപ്പോ ഓഫ് കോഴ്സ് ട്രീറ്റ്മെന്റ് റെഗുലറായി ചെയ്യണം, ഡോക്ടറെ റെഗുലറായി കൺസൾട്ട് ചെയ്യണം, ടെസ്റ്റുകൾ പീരിയോഡിക്കലായിട്ട് ചെയ്യണം. ഇതൊക്കെയാണ് മെഡിക്കൽ ആസ്പെക്ട് ചെയ്യാനുള്ളത്. പിന്നെ അവർ നേരത്തെ പറഞ്ഞ മാതിരി എക്സസൈസ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു
നമ്മൾ പല്ല് തേക്കുന്ന പോലെയോ കുളിക്കുന്ന പോലെയോ അതൊരു ഷെഡ്യൂളിലേക്ക് എക്സസൈസ് ഉൾപ്പെടുത്തണം. ബിക്കോസ് എക്സസൈസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഇതുകൊണ്ടുണ്ടാവുന്ന ഡിഫോമിറ്റീസ് തീർച്ചയായിട്ടും തടയാവുന്നതാണ്. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. എസ്പെഷ്യലി കാൽഷ്യം കൂടുതൽ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പണ്ടത്തെ പോലെ അങ്ങനെ അത്ര ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള അസുഖമൊന്നും അല്ല ഇപ്പോ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. അതിനോടൊപ്പം ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ പോയി വാക്സിനേഷൻ എടുക്കണം അല്ലേ ഡോക്ടർ പോൾ? ഓഫ് കോഴ്സ്, ഈ കൊറോണ സിറ്റുവേഷനിൽ വാക്സിൻ എന്തായാലും ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് ദി ഓൺലി ഓപ്ഷൻ, ഓൺലി സൊല്യൂഷൻ ഫോർ ദിസ് പാൻഡമിക് അറ്റ് ദ മൊമെന്റ്. ഡോക്ടർ ജയചന്ദ്രൻ, കുറച്ചു മുമ്പ് ഡോക്ടർ ജയചന്ദ്രൻ ഡെർമറ്റോളജിക്കൽ അസോസിയേഷൻ ആക്ടിവിറ്റീസിനെ പറ്റി ഞങ്ങളോട് പറയുന്നുണ്ടായി. ഡെർമറ്റോളജിക്കൽ അസോസിയേഷന്റെ വർക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഈ ഒരു സെഷൻ പോലും ഇങ്ങനത്തെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സെഷൻ വരും. എല്ലാവർക്കും നിങ്ങളോടുള്ള നന്ദി, നിങ്ങളുടെ ഓഫീസ് ബേഴ്സിനോടുള്ള നന്ദി. ഡോക്ടർ ജയചന്ദ്രൻ ഡെർമറ്റോളജിക്കൽ അസോസിയേഷന്റെ വകയായി ഒരു റെപ്രസെന്റേറ്റീവായി ജനങ്ങളോട് ഈ നിമിഷം ഈ കോവിഡ് കാലത്ത് ഒരു മെസ്സേജ്, ഒരു കൺക്ലൂഡിംഗ് അഡ്രസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പേഷ്യൻസ് ഒന്നുകൊണ്ട് ഓൾറെഡി ഡോക്ടർ പോൾ പറഞ്ഞ പോലെ അവർക്ക് വളരെ പ്രോമിസിംഗ് ആണ് അവരുടെ ഫ്യൂച്ചർ. കാരണം കഴിഞ്ഞ 20 വർഷത്തിൽ നമ്മൾക്ക് ഒരുപാട് ചികിത്സാ രീതികളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് വളരെ ഫലപ്രദമായി ചികിത്സിക്കാനുള്ള ബയോളജിക്കൽസിന്റെ മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ വില എല്ലാ ദിവസവും കുറഞ്ഞു വരികയാണ്. അത് ഇഞ്ചക്റ്റബിൾ ഫോംസ് കൂടാതെ ടാബ്ലറ്റ് ഫോമിൽ അടുത്ത പല മെഡിസിൻസും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും അവർ പേടിക്കേണ്ട ആവശ്യമില്ല. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് കറക്റ്റായിട്ട് മെഡിക്കൽ ഒപ്പീനിയൻ തുടക്കത്തിൽ തന്നെ ഈ അസുഖം മനസ്സിലാക്കി ഡോക്ടർമാരെ റെഗുലറായിട്ട് റൊമറ്റോളജി ഫോളോ അപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഡിഫോമിറ്റീസ് ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മാത്രമേ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് വളരെ പ്രോമിസിംഗ് ആണ്. നിങ്ങളുടെ ഭാവി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ നമ്മുടെ മോഡേൺ മെഡിസിൻ ഇന്ന് അതിന് എക്യുപ്ഡ് ആണ്. ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു സോ മച്ച് ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടർ പോൾ ആന്റണി. ഈ വൈകുന്നേരം ഞങ്ങളുടെ കൂടെ ചേർന്നതിൽ ഇനിയും നമുക്ക് ഈ കൺവെർസേഷൻ, വി ഷുഡ് കണ്ടിന്യൂ ദിസ് കൺവെർസേഷൻ. ഈ കൺവെർസേഷൻ നമ്മൾ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു അഷ്യൂറിംഗ് ടോക്ക് ആണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുത്തത്. നിങ്ങളുടെ ഈ അഡ്വൈസസും നിങ്ങളുടെ എക്സ്പെർട്ട് അഡ്വൈസസ് എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. എനിക്ക് കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു സോ മച്ച് ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടർ പോൾ ആന്റണി. Thank you so much. Thank you. We have concluded the Malayalam session with this. Now it's time for Mr. Manoj Menon to take it from here. Mr. Manoj Menon would be with us along with our experts who would be talking about the same subject but in Tamil. Hello, Manoj.